വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ സമ്മറി ട്രയൽസ് ആണ് ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. സെക്ഷൻ 283 ടു 288 ഓഫ് ദ സംഹിതയാണ് സമ്മറി ട്രയൽസിനെ ഡീൽ ചെയ്യുന്നത്. സമ്മറി ട്രയൽസ് എന്നോട് ഉദ്ദേശിക്കുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ട്രയൽസ് ആണ്. ഈ സമ്മറി ട്രയൽസ് കണ്ടക്ട് ചെയ്യുന്നത് സ്മോൾ പണിഷ്മെന്റ് ഒക്കെ ഇമ്പോസ്ഡ് ആവുന്ന മൈനർ ഒഫൻസസിനാണ് നമ്മുടെ സമ്മറി ട്രയൽസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഈവൻ ദോ സമൻസ് കേസിന്റെ അതേ പ്രൊസീജിയേഴ്സ് ആണ് സമ്മറി ട്രയലിലും ഫോളോ ചെയ്യുന്നതെങ്കിലും നമ്മുടെ ബാക്കിയുള്ള ട്രയൽസ് പോലെ അത്രയും ഇലാബറേറ്റ് ആയിട്ട് എവിഡൻസ് റെക്കോർഡ് ചെയ്യുന്നോ ജഡ്ജ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നോ ഒന്നും സമ്മറി ട്രയൽസിൽ ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ട്രയലിന്റെ കൺക്ലൂഷനിൽ ഇപ്പൊ മജിസ്ട്രേറ്റ് ആണെങ്കിൽ എന്താണ് അക്യൂസ്ഡ് കുറ്റം സമ്മതിച്ചു എങ്കിൽ മജിസ്ട്രേറ്റ് അത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം അക്യൂസിനെ കൺവിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് കൺവിറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഗ്രൗണ്ട്സ് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. ഒരു ഇലാബറേറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മറി ട്രയൽസിൽ 3 മാസത്തിൽ കൂടുതൽ ഇംപ്രിസ്മെന്റ് പാസ് ചെയ്യത്തില്ല. അത് പറയുന്നത് സെക്ഷൻ 285 സബ്സെക്ഷൻ 2 ഓഫ് ദ സംഹിതയാണ്. അതുപോലെ തന്നെ ഇപ്പം മജിസ്ട്രേറ്റ് ഇമ്പോസ് ചെയ്യുന്ന ഫൈന് 200 രൂപ വരെ ആണെങ്കിൽ അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അതാണ് സെക്ഷൻ 470 സബ് ക്ലോസ് ഡി ഓഫ് ദ സംഹിതയ്ക്കകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സമ്മറി ട്രയലിൽ മജിസ്ട്രേറ്റ് ഇമ്പോസ് ചെയ്യുന്ന ഫൈന് 200 രൂപയിൽ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ഇംപ്രസ്മെന്റും ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംപ്രസ്മെന്റ് ഫോർ എനി പീരീഡ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അപ്പീൽ പോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. മജിസ്ട്രേറ്റ്സ് ആണ് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് സമ്മറി ട്രയൽസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, ഏതൊക്കെ ഒഫൻസസിനാണ് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെന്ന്. അണ്ടർ സെക്ഷൻ 283 ഓഫ് ദി സംഹിതയാണ് അത് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ നോക്കാം ആർക്കൊക്കെയാണ് ഒരു സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെന്ന്. ഫസ്റ്റ്, Chief Judicial Magistrate. Second, Magistrate of the first class specially empowered in this behalf by the High Court. നമ്മുടെ ഹൈക്കോർട്ട് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എംപവർ ചെയ്തിരിക്കുന്ന മീൻസ് ഓതറൈസ് ചെയ്തിരിക്കുന്ന മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിന് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ any magistrate of the second class is empowered by the High Court in this behalf may summarily try any offense punishable with the fine or with imprisonment for a term not exceeding 6 months with or without a fine and any abatement of or attempted to commit any such offense. നമ്മുടെ ഹൈക്കോർട്ട് ആണെങ്കിൽ സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്സിനെ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെന്റ് ഓർ ഫൈൻ ഫോർ എ ടേം അപ് ടു 6 months വിത്ത് ഓർ വിത്തൗട്ട് ഫൈൻ, അല്ലെങ്കിൽ ഈ ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അബേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് എനി സച്ച് ഒഫൻസ്, ഇത്രയും ഒഫൻസുകൾ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്സിന് ഹൈക്കോർട്ട് എംപവർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ വേണ്ടി സാധിക്കും, ഒരു സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെന്റ് ഓർ ഫൈൻ ഫോർ എ ടേം അപ് ടു 6 months ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഒഫൻസിന്റെ അബേറ്റ്മെന്റും അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സച്ച് ഒഫൻസും ഈ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്സിന് ട്രൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. It may be noted that if any magistrate not empowered to try in a summary manner tries an offence summarily, the trial shall be void under section 507 സബ്സെക്ഷൻ എം ഓഫ് സംഹിത. 507 പ്രകാരം ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റിന് ഒരു സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പവർ ഇല്ല, അദ്ദേഹം ഓതറൈസ്ഡ് അല്ല, എന്നിട്ട് ഒരു സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രയൽ വോയിഡ് ആയിരിക്കും. നമ്മൾ തൊട്ട് മുന്നേ നോക്കി ആർക്കൊക്കെ ഒരു സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാണ്. ഇനി നമുക്ക് നോക്കുന്നത് ഏതൊക്കെ ഒഫൻസസിനാണ് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. അത് പറയുന്നത് സെക്ഷൻ 283 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ഐ ആണ്. ഇവിടെ മിസ്റ്റേക്കലി 1 എന്ന് പറഞ്ഞ് നോട്ടായതാണ്. സെക്ഷൻ 283 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ഐ ഓഫ് ദ സംഹിത പ്രകാരം നമ്മുടെ ഡെത്ത്, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം എക്സീഡിങ് 2 years,
പണിഷ്മെന്റ് ആയിട്ട് കിട്ടുന്ന ഒഫൻസുകളല്ലാത്ത എല്ലാ ഒഫൻസുകളും സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാം. പക്ഷെ ഡെത്ത്, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്, നമ്മുടെ 2 ഇയേഴ്സിൽ കൂടുതൽ ഇംപ്രിസ്മെന്റ് കിട്ടുന്ന ഒഫൻസുകൾ, ഇങ്ങനെയുള്ള ഒഫൻസുകൾക്കൊന്നും സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതുപോലെ തന്നെ സെക്ഷൻ 303, സെക്ഷൻ 305, സെക്ഷൻ 306 ഓഫ് BNSS പ്രകാരം പണീഷബിൾ ആയിട്ടുള്ള തെഫ്റ്റ്, ഈ തെഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഒഫൻസിന് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ വാല്യൂ 20,000-ൽ കൂടുതൽ എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 317 ഓഫ് BNSS പ്രകാരം പണിഷ്മെന്റ് ആയിട്ടുള്ള BNS പ്രകാരം പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് റിസീവിംഗ് ഓർ റീറ്റെയിനിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി. ഇങ്ങനെ ഒരു ഒഫൻസിനും സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാം. പക്ഷെ ഇവിടെയും സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 20,000-ൽ കൂടുതൽ എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ സെക്ഷൻ 331 സബ്സെക്ഷൻ 3 ആൻഡ് 331 സബ്സെക്ഷൻ 4 ഓഫ് BNSSന്റെ കീഴിൽ പണിഷബിൾ ആയിട്ടുള്ള ഓഫൻസുകൾക്കെല്ലാം സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാം. ആ സെക്ഷൻ 331 പറയുന്ന ഒഫൻസുകൾ എന്ന് പറഞ്ഞാൽ ലർക്കിംഗ് ഹൗസ് ട്രസ്പാസ് ഓർ ഹൗസ് ബ്രേക്കിംഗ് ആണ്. തൊട്ട് മുന്നേ പറഞ്ഞു സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 317 ഓഫ് BNS പ്രകാരം പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് റിസീവിംഗ് ഓർ റീറ്റെയിനിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി. ഇങ്ങനെയുള്ള ഒരു ഒഫൻസിന് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാമെന്ന്. പക്ഷെ അവിടെ സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ വാല്യൂ 20,000-ൽ കൂടുതൽ പോകാൻ പാടില്ലെന്ന്. അതുപോലെ തന്നെ ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി കൺസീൽ ചെയ്യാനോ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയോ ആരെങ്കിലും അസിസ്റ്റ് ചെയ്താൽ ആ ഒരു ആക്ട് സെക്ഷൻ 317 സബ്സെക്ഷൻ 5 ഓഫ് BNSന്റെ കീഴിൽ പണിഷബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒഫൻസിനും സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെയും സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ വാല്യൂ 20,000 കൂടുതൽ പോകരുത്. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലെ ഒരു പബ്ലിക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻസൾട്ട് ചെയ്ത് പ്രൊവോക്ക് ചെയ്യുവാണ്. ഇങ്ങനെയുള്ളതെന്ന് പറയുന്ന ഒരു ഒഫൻസ് ആണ് അണ്ടർ സെക്ഷൻ 352. അണ്ടർ സെക്ഷൻ 352 ഇങ്ങനെയുള്ള ഒരു ആക്ട് എന്ന് പറയുന്നത് ഒഫൻസ് ആണ്. അതുപോലെ തന്നെ അണ്ടർ സെക്ഷൻ 351 സബ്സെക്ഷൻ 2 ആൻഡ് 3 ഓഫ് BNS പ്രകാരം ക്രിമിനൽ ഇന്റിമിഡേഷൻ പണിഷബിൾ ആണ്. ഇപ്പൊ ക്രിമിനൽ ഇന്റിമിഡേഷന് 2 ഇയർ വരെ ഇംപ്രിസ്മെന്റും അല്ലെങ്കിൽ ഫൈന് അല്ലെങ്കിൽ രണ്ടുമാണ് ലഭിക്കുന്നതെങ്കിലും ഈ 2 കേസിലും സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു അഫൻസിന്റെ അബേറ്റ്മെന്റ് ആണെങ്കിലോ അറ്റംപ്റ്റ് ആണെങ്കിലോ സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ സെക്ഷൻ 20 ഓഫ് ദ കാറ്റൽ ട്രസ്പാസ് ആക്ട് 1871 പ്രകാരം എന്തെങ്കിലും ഒരു ഒഫൻസിനെ പറ്റി ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലൈന്റിന്റെ ബേസിൽ നമുക്ക് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത്രയും ഒഫൻസുകൾക്കാണ് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. സിമ്പിൾ ആണ്. ഡെത്തോ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫോ അല്ലെങ്കിൽ 2 ഇയറിൽ കൂടുതൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസിന് സമ്മറി ട്രയൽ പറ്റത്തില്ല. ബാക്കി എല്ലാ ഒഫൻസുകൾക്കും സമ്മറി ട്രയൽ പറ്റും. പിന്നെ 303, 305, 306ന്റെ കീഴിൽ വരുന്ന തെഫ്റ്റ് സമ്മറി ട്രയൽ പറ്റും. പക്ഷെ സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ 20,000 രൂപയിൽ എക്സീഡ് ചെയ്യരുത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാത്തിലും പ്രോപ്പർട്ടിയുടെ വാല്യൂ 20,000-ൽ കൂടുതൽ എക്സീഡ് ചെയ്യില്ല. 20,000-ൽ കൂടുതൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മറി ട്രയൽ പറ്റത്തില്ല. പിന്നെ റിസീവിംഗ് ഓർ റീറ്റൈനിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി സമ്മറി ട്രയൽ പറ്റും. ഇവിടെയും സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ വാല്യൂ 20,000-ൽ കൂടുതൽ പോവരുത്. പിന്നെ അതുപോലെ തന്നെ ലർക്കിംഗ് ഹൗസ് ട്രസ്പാസ് ഓർ ഹൗസ് ബ്രേക്കിംഗ് സമ്മറി ട്രയൽ പറ്റും. ഇങ്ങനെ ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി കൺസീൽ ചെയ്താലോ ഡിസ്പോസ് ചെയ്താലോ സമ്മറി ട്രയൽ പറ്റും. ക്രിമിനൽ ഇന്റിമിഡേഷൻ അതുപോലെ തന്നെ പ്രൊവോക്ക് ചെയ്യുന്ന ആ ഒരു ഒഫൻസ് അണ്ടർ സെക്ഷൻ 352 സമ്മറി ട്രയൽ പറ്റും. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒഫൻസുകളുടെ എല്ലാ ഒരു അബേറ്റ്മെന്റോ ഒരു അറ്റംപ്റ്റോ ആണെങ്കിലും സമ്മറി ട്രയൽ പറ്റും. അതുപോലെ തന്നെ സെക്ഷൻ 20 ഓഫ് ദ കാറ്റൽ ട്രസ്പാസ് ആക്ടിന്റെ കീഴിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കംപ്ലൈന്റിന്റെ ബേസിൽ സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യാം ആ ഒഫൻസിന് വേണ്ടി. ഇനി നമുക്ക് സമ്മറി ട്രയലിന്റെ പ്രൊസീജിയർ നോക്കാം. ആ സിമിലർ ടു ദ നമ്മുടെ സമൻസ് കേസിലെ പ്രൊസീജിയറിന് സിമിലർ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ഇവിടെയും വരുന്നത്.
The ordinary procedure prescribed for the trial of a summons case shall be followed in the trial of cases to be tried in summary. ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ സമൻസ് കേസിലെ അതേ ട്രയൽ പ്രൊസീജിയർ തന്നെ, സിമിലർ ആയിട്ടുള്ള ട്രയൽ പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ സമ്മറി ട്രയൽസിനും വരുന്നത്. The magistrate may, after giving the accused a reasonable opportunity of being heard for reasons to be recorded in writing, try in a summary way all or any of the offence not punishable with the death or imprisonment for life or imprisonment for a term exceeding 3 years. No appeal shall lie against the decision of a magistrate to try a case in a summary way under section 283 subsection 2 of the Sanhita. ഇപ്പൊ എന്താണ് നമ്മുടെ മജിസ്ട്രേറ്റിന് ഒരു സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യമേ അക്യൂസിന് ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ് കൊടുക്കും. അതിനുശേഷം നമ്മുടെ മജിസ്ട്രേറ്റ് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്യും. ഏതൊക്കെ ഒഫൻസുകളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത്, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് ആൻഡ് ഇംപ്രിസ്മെന്റ് എക്സീഡിങ് 3 years ആണെങ്കിൽ സമ്മറി ട്രയൽ പറ്റത്തില്ല. അല്ലാത്ത എല്ലാ ഒഫൻസുകളും സമ്മറി ട്രയൽ പറ്റും. നമ്മുടെ ഈ ഒരു മജിസ്ട്രേറ്റിന് സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷനെതിരെയായിട്ട് ഒരു അപ്പീൽ പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അതാണ് സെക്ഷൻ 283 സബ്സെക്ഷൻ 2 ഓഫ് ദ സംഹിത പറയുന്നത്. വെൻ ഇൻ ദ കോഴ്സ് ഓഫ് എ സമ്മറി ട്രയൽ ഇറ്റ് അപ്പിയേഴ്സ് ടു ദ മജിസ്ട്രേറ്റ് ദാറ്റ് ദ നേച്ചർ ഓഫ് ദ കേസ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് അൺഡിസൈറബിൾ ടു ട്രൈ ഇറ്റ് സമ്മർലി, the magistrate shall recall any witness who may have been examined and proceed to rehear the case in the manner provided by the Sanhita. അപ്പൊ നമ്മുടെ ഈ സമ്മറി ട്രയൽ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് നമ്മുടെ മജിസ്ട്രേറ്റിന് തോന്നുകയാണ് ഈ കേസിന്റെ നേച്ചർ വെച്ചിട്ട് ഈ കേസിനെ സമ്മറിൽ ട്രൈ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് വിറ്റ്നസിനെ ഒന്നുകൂടെ വിളിച്ചിട്ട് റീ എക്സാമിൻ ചെയ്തിട്ട് ഈ കേസിനെ ഒന്നുകൂടെ റീഹിയർ ചെയ്യാൻ വേണ്ടി, ഒന്നുകൂടെ ഹിയറിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ സംഹിത പ്രൊവൈഡ് ചെയ്യുന്ന മാനറിൽ. If in a summary trial the accused is found guilty, he shall be sentenced to imprisonment for a term exceeding 3 months ആണ്. ഇപ്പം സമ്മറി ട്രയലിന് ശേഷം ഒരു അക്യൂസ്ഡ് തെറ്റുകാരനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്രിസ്മെന്റ് ആയിട്ട് ഒരു 3 months കൂടുതൽ പണിഷ്മെന്റ് ഈ അക്യൂസ്ഡിന് നമ്മുടെ മജിസ്ട്രേറ്റിന് കൊടുക്കാൻ വേണ്ടി സാധിക്കും. 3 months എക്സീഡിങ് ആയിട്ടുള്ള ഇംപ്രിസ്മെന്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. In every summary trial, the magistrate shall record the following particulars in the prescribed form. സമ്മറി ട്രയലിൻ്റെ അകത്ത് മജിസ്ട്രേറ്റ് എന്തൊക്കെ പർട്ടിക്കുലേഴ്സ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കേസിന്റെ സീരിയൽ നമ്പർ, അതുപോലെ തന്നെ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ഡേറ്റ്, കംപ്ലൈന്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത ഡേറ്റ്, കംപ്ലൈനന്റിന്റെ പേരുണ്ടെങ്കിൽ ആ പേര്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അക്യൂസ്ഡിന്റെ നെയിം, അക്യൂസ്ഡിന്റെ പേരൻസിന്റെ നെയിം, അതുപോലെ തന്നെ റെസിഡൻസ് എവിടെയാണെന്ന് നമ്മുടെ സമ്മറി ട്രയലിന് കണ്ടക്ട് ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ദ ഒഫൻസ് കംപ്ലൈൻഡ് ഓഫ് ആൻഡ് ദ ഒഫൻസ് പ്രൂവ്ഡ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ ഒഫൻസ് ഹാസ് ബീൻ കമ്മിറ്റഡ്. ഏത് ഒഫൻസിനാണോ കംപ്ലൈന്റ് വന്നത് ആ ഒഫൻസിന്റെ ഡീറ്റെയിൽസ്, ഏത് ഒഫൻസ് ആണോ പ്രൂവ് ആയത് ആ ഒഫൻസിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ വാല്യൂ ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂവും റെക്കോർഡ് ചെയ്തിരിക്കണം മജിസ്ട്രേറ്റ്. അക്യൂസ്ഡിന്റെ പ്ലീയും അക്യൂസ്ഡിന്റെ എക്സാമിനേഷനും ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്തിരിക്കണം. സെന്റൻസും ഫൈനൽ ഓർഡറും റെക്കോർഡ് ചെയ്തിരിക്കണം. ഇപ്പൊ പ്രൊസീഡിങ് ടെർമിനേറ്റ് ചെയ്തെങ്കിൽ ആ ടെർമിനേറ്റ് ചെയ്ത ഡേറ്റ് റെക്കോർഡ് ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മുടെ അക്യൂസ്ഡ് ആണെങ്കിൽ കുറ്റം സമ്മതിക്കുന്നില്ലെങ്കിൽ ആ കേസിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്തിരിക്കണം. ഏത് കേസിലാണ് അക്യൂസ്ഡ് കുറ്റം സമ്മതിക്കാത്തത്? ഇപ്പൊ ഞാൻ കത്തിയെടുത്ത് കുത്തി എന്ന് പറഞ്ഞാൽ കത്തിയെടുത്തു എന്നുള്ളത് ഒരു കേസ്, കുത്തി രണ്ടാമത്തെ ഒരു കേസ്. അപ്പൊ അക്യൂസ്ഡ് ചിലപ്പോൾ കത്തി എടുത്തു എന്നുള്ളത് സമ്മതിക്കും, കുത്തി എന്നുള്ളത് സമ്മതിക്കത്തില്ല. അപ്പം എവിടെയാണ് അക്യൂസ്ഡ്, ഏത് കേസിലാണ് അക്യൂസ് കുറ്റം സമ്മതിക്കാത്ത എന്നുള്ളത് റെക്കോർഡ് ചെയ്തിരിക്കണം.
The magistrate shall record the substance of the evidence and a judgment containing a brief statement of the reasons for the finding. The judgment is to be written in the language of the court. മജിസ്ട്രേറ്റ് അതുപോലെ തന്നെ എവിഡൻസിന്റെ സബ്സ്റ്റൻസ് റെക്കോർഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഒരു ജഡ്ജ്മെന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫൈൻഡിങ്ങിൽ എത്തി എന്നും പറഞ്ഞുകൊണ്ട് റീസൺസ് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കോർട്ടിന്റെ ലാംഗ്വേജിലായിരിക്കണം ജഡ്ജ്മെന്റ് എഴുതാൻ വേണ്ടി. ഇത്രയുള്ള സമ്മറി ട്രയൽ സിമ്പിൾ ആണ്, ഒന്ന് വായിച്ചാൽ മതി. ഇനി ബാക്കിയുള്ള BNSS റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് തൊട്ടടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക്